ഈ പുറത്തേക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പുറത്തേക്ക് പോയ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം, ഏറ്റവും കൂടുതൽ വന്നതിന് സാർ എനിക്ക് ഈ കോഴ്സ് മാറണം, എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാനിവിടെ വന്നിട്ട് അറിഞ്ഞത് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജോലിയില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വരുന്നത്, ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ എടുത്താൽ തന്നെ അറിയാം പാതി പേർക്ക് ഇമെയിൽ എഴുതാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല. സോ ദിസ് ഇസ് എ മേജർ പ്രോബ്ലം. എന്താണ് പഠിക്കേണ്ടതെന്നുള്ളൊരു പ്രോപ്പർ റിസർച്ച് എല്ലാവരും ചെയ്യേണ്ടതാണ്. അവിടെ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയുന്നത് ഇത് പഠിച്ചിട്ട് കാര്യമില്ലെന്ന്. അപ്പോൾ ആ ഒരു കുഴിയിലോട്ട് ചാടരുത്. പണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും UK മതിയായിരുന്നു, പിന്നെ ഇടയ്ക്ക് കാനഡയായിരുന്നു, എല്ലാവരും കാനഡയായിരുന്നു, മനസ്സിലായോ? പിന്നെ ഇപ്പോൾ അത് ഓസ്ട്രേലിയ ആയി. ഈ കഴിഞ്ഞ ദിവസം UK ഒരു പെൺകുട്ടിയുടെ ഒരു റീല് കണ്ടിരുന്നു. UK അത്ര സേഫ് അല്ല ഗൈസ്, ഇവിടെ അത്ര രസമൊന്നും ഇല്ല ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അത്ര എളുപ്പമല്ല. പഠിത്തം കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ കൺട്രി പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. പക്ഷെ ദർ ആർ സോ മെനി സ്റ്റുഡൻസ് അവിടെ പോയിട്ട് ദേ കെയിം ഔട്ട് എക്സ്ട്രാ ഓർഡിനറി. അവർ കുറേ പിള്ളേർ സ്വന്തമായിട്ട് ഫീസ് അടയ്ക്കുന്നു. അതായത് ചെറിയ ഫീസ് അല്ല, നിങ്ങൾക്ക് അറിയാലോ, മിനിമം ഒരു വർഷമൊക്കെ 20 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. അവർക്ക് നല്ല രീതിയിൽ ജോലി എടുത്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പിള്ളേരവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ജർമ്മനി പോയി നഴ്സിംഗ് പഠിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി പോയി നഴ്സിംഗ് പഠിച്ച് അവിടെ സെറ്റിൽ ആകാം. ഇത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡാണോ? ദ ഗുഡ് പാർട്ട് ഇസ് പഠിക്കാൻ പോവുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് പരിപാടി വരും. നമ്മളിവിടെ ആണെങ്കിൽ ഒരു 6-7 ഇയേഴ്സ് കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയി പിന്നെ ഇവിടെ വന്ന് ഇംഗ്ലീഷും പഠിച്ച് ഒരു 8 ഇയേഴ്സ് പ്രോപ്പർലി എടുക്കും. അവിടെ 3 വർഷം കൊണ്ട് പിള്ളേർ പഠിത്തവും കഴിഞ്ഞ് ജോലിയും ചെയ്യും. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, 24-25 വയസ്സ്, ഓസ്ട്രേലിയയിൽ വീട് വാങ്ങിച്ചു. അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റാണ്, നമ്മൾ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അപ്പം മറ്റ് സ്റ്റഡി അബ്രോഡ് ഫേമുകളിൽ നിന്ന് ഗൈഡ് ടു ഹൈറ്റ്സ് എങ്ങനെയായിരിക്കും വ്യത്യാസപ്പെട്ട് നിൽക്കുക? പഠിത്തം മാത്രമല്ല, ഒരു അഡ്മിഷൻ എടുത്ത് കയറ്റി വിട്ടു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് അവർക്കൊരു പ്രോപ്പർ പ്ലേസ്മെൻറ്റ്, അവർക്കുള്ള ജോലിക്കുള്ള ഹെൽപ്പ്, അവർക്ക് അടുത്ത വീസ, മുമ്പോട്ട് നിൽക്കാനുള്ള വീസ, സ്റ്റേ ബാക്ക് വീസ എന്ന് പറയും. ഇത് ഒരു ടോട്ടൽ പ്രോസസ് പാക്കേജ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കൊടുക്കുക. ഗൈഡ് ടു ഹൈറ്റ്സ്, യുവർ പാത്വേ ടു യുവർ അബ്രോഡ് ഡ്രീംസ്. നിങ്ങളുടെ വിദേശ സ്വപ്നങ്ങൾക്ക് ഇനി ശരിയായ ഗൈഡൻസ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. മികച്ച വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും. അപ്പോൾ അത്തരത്തിലുള്ള മികച്ച വിദേശ രാജ്യം ഏതാണ്, അവിടെ ഏത് കോഴ്സ് പഠിച്ചാലാണ് ഏറ്റവും മികച്ച ജോലി ലഭിക്കുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യുന്ന ഗൈഡ് ടു ഹൈറ്റ്സ് എന്ന് പറയുന്ന സ്റ്റഡി അബ്രോഡ് ഫേമിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എബിൻ മാത്യു വർഗീസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ലെറ്റ്സ് വെൽക്കം ഹിം ടു ദ ഷോ. ഓക്കെ, അപ്പോൾ മറ്റ് സ്റ്റഡി അബ്രോഡ് ഫേമുകളിൽ നിന്ന് ഗൈഡ് ടു ഹൈറ്റ്സ് എങ്ങനെയായിരിക്കും വ്യത്യാസപ്പെട്ട് നിൽക്കുക? അപ്പോൾ ഗൈഡ് ടു ഹൈറ്റ്സിൻ്റെ പേരിൽ തന്നെ ഞാൻ ഈ പേരുണ്ടാക്കിയത് അങ്ങനെയാണ്. ബിക്കോസ് ഒരു കൊച്ചു നമ്മുടെ അടുത്തൊരു അഡ്മിഷന് വരുമ്പോൾ ആ കൊച്ചിനെ പ്രോപ്പർ ഗൈഡ് ചെയ്യുക, ആ ഹൈറ്റ്സ് വരെ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ആ പേര് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പം വാട്ട് ഈസ് ദ വിഷൻ? ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ആ കൊച്ചിൻ്റെ പഠിത്തം മാത്രമല്ല, ഒരു അഡ്മിഷൻ എടുത്ത് കയറ്റി വിട്ടു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് അവർക്കൊരു പ്രോപ്പർ പ്ലേസ്മെൻറ്റ്, അവർക്കുള്ള ജോലിക്കുള്ള ഹെൽപ്പ്, അവർക്ക് അടുത്ത വീസ, മുമ്പോട്ട് നിൽക്കാനുള്ള വീസ, സ്റ്റേ ബാക്ക് വീസ എന്ന് പറയും, അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയും. ഇത് ഒരു ടോട്ടൽ പ്രോസസ് പാക്കേജ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കൊടുക്കുക. അപ്പം ഇവിടുന്ന് കയറി പോകുമ്പോഴേ അവർക്ക് ആ വേണ്ട സ്കില്ലും വേണ്ട നോളജും എല്ലാം കൊടുത്ത് ആ ഒരു ഫുൾ പാക്കേജ് എന്നുള്ള രീതിയിലാണ്. ഒരുപാട് സ്റ്റഡി അബ്രോഡ് ഫേമിനെ കുറിച്ച് ഞാൻ പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്, അവിടെ എത്താൻ വരെ അവരെല്ലാ കാര്യങ്ങളും നോക്കി തരും, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന്. അപ്പൊ ആ ഒരു പ്രശ്നം ഗൈഡ് ടു ഹൈറ്റ്സിന് ഇതാണ് ഫിക്സ്ഡ് ആണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഗൈഡ് ടു ഹൈറ്റ്സിലൂടെ നമ്മളിപ്പോൾ വിദേശത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, അതായത് എനിക്കൊരു ജോലി കിട്ടും എന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണോ? അതായത് ഒറ്റയടിക്ക് ജോലി എന്നുള്ള, ഇപ്പോൾ പിള്ളേർ അവിടെ പോകുമ്പം അവർക്കൊരു ഫിക്സഡ് ജോലിയല്ല, അവർക്കൊരു പാർട്ട് ടൈം ജോലിയാണ്. അപ്പോൾ അതിനുള്ള അഡ്വൈസ്, അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ മെൽബണിൽ ഒരു ഓഫീസുള്ള സ്ഥിതിക്ക് അങ്ങനെ കുറച്ച് പിള്ളേർക്ക് മെൽബൺ രീതിയിൽ ജോലികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ല ദൂരെയുള്ള ബാക്കി സ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് അഡ്വൈസ് കൊടുക്കാം എന്നുള്ള രീതിയുള്ളൂ. ഇത് ഇങ്ങനെ ചെയ്താലാണ് അങ്ങനെ കിട്ടുക. പിന്നെ ഇവർക്ക് നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട ചില എക്സ്ട്രാ കോഴ്സസ് എടുത്ത് അവർക്ക് അവിടെ ജോലി, ഇപ്പം കെയർ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ രീതിയിലുള്ള ജോലികൾക്ക് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർ ഗൈഡൻസ്, അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട പ്രോപ്പർ പ്ലേസ്മെൻറ്റ്, പ്രൊഫഷണൽ പ്രോഗ്രാംസ്, അത് കഴിഞ്ഞ് ജോലി, അതാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ കുട്ടികളുമായിട്ട് ഇൻ ടച്ച് ആയിരിക്കും. നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് പോകുന്ന പിള്ളേർ സെപ്പറേറ്റും എത്തിയ പിള്ളേർ സെപ്പറേറ്റും അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ എല്ലാ പിള്ളേർക്കും, അതായത് പല ഏജൻസിലുള്ള പിള്ളേർക്കും നമ്മുടെ നമ്പറുണ്ട്. അവരൊക്കെ ഓപ്പൺലി നമ്മൾ സഹായിക്കുന്നുണ്ട്. ഓരോ സ്റ്റഡി അബ്രോഡ് ഫേമുകൾ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഓരോ ബേസ് ഉണ്ടാവും. അതായത് ഈ കൺട്രിയിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയറ്റിവിടുന്നതോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതോ ഒക്കെ ഓരോ സ്റ്റഡി അബ്രോഡ് ഫേം
അനുഭവമാണെന്ന് പറയും. ഗൈഡ് ടു ഹൈറ്റ്സിന്റെ അങ്ങനത്തെ ഒരു ഹൈലൈറ്റഡ് കൺട്രീസ് ഏതൊക്കെയായിരിക്കും? നമുക്ക് മെയിൻലി ഉള്ളത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK ആണ്. ഓസ്ട്രേലിയ ഞാൻ പഠിച്ചതെല്ലാം ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ എനിക്ക് ആ പൾസ് അറിയാം അവിടുത്തെ. പിന്നെ UK ഇറ്റ്സ് ഓൾസോ ഹോട്ട് ഡെസ്റ്റിനേഷൻ ആണ്. അതുപോലെ ന്യൂസിലാൻഡ്. ഈ 3 കൺട്രീസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ ഫ്യൂച്ചർ വി വിൽ ഹാവ് അതർ കൺട്രീസ് ഓൾസോ. ഓക്കെ. ഈ മെൽബണിൽ പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിച്ചത് കൊണ്ട് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യമായിട്ട് അവിടുത്തെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അറിയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും നമുക്ക് ഇത്രയും വർഷം ഞാനിപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓൾമോസ്റ്റ് 8 years എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ വിസ അഡ്വൈസറും കുറേ കോളേജിൽ തന്നെ വർക്ക് ചെയ്തു. അപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, അവിടെ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻ നമുക്ക് എൻറ്റയർലി അറിയാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കൊച്ചു വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് എന്താണ് വേണ്ടത്, എവിടെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആവും. ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK ഈ 3 കൺട്രീസിലേക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം UK-യിലുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു റീല് കണ്ടിരുന്നു, വളരെ വൈറലാണ്. UK അത്ര സേഫ് അല്ല ഗൈസ്, ഇവിടെ അത്ര രസമൊന്നും ഇല്ല ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെയുള്ള കുട്ടികൾ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് പേര് ആശിച്ച് മോഹിച്ചാണ് അങ്ങോട്ട് പോകുന്നത്, നമ്മുടെ ലൈഫ് സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചില കുട്ടികളെങ്കിലും പറയുന്നത്? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അത്ര എളുപ്പമല്ല. ഇപ്പം നമ്മളൊരു പഠിത്തം കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഹാർഡ് വർക്കുണ്ട്. അപ്പം നമ്മളൊരു പുതിയ കൺട്രി പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പം ദർ ഇസ് എ സെറ്റ് ഓഫ് സ്റ്റുഡൻസ്, അവർക്ക് ഒട്ടും പറ്റത്തില്ല. അതായത് അവർ പല രീതിയിലും നോക്കി, പല രീതിയിലും ജോലി നോക്കി, അവർക്കൊന്നും എവിടെയും സെറ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ ക്ലൈമറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അവർ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു 20% പിള്ളേരുണ്ട്. പക്ഷേ ദർ ആർ സോ മെനി സ്റ്റുഡൻസ്, കുറേ പിള്ളേരുണ്ട് അവർ പാവമായിട്ട് നാട്ടിലിരുന്നത്, പക്ഷെ അവിടെ പോയിട്ട് ദേ കേം ഔട്ട് എക്സ്ട്രാ ഓർഡിനറി. അവർ കുറേ പിള്ളേർ സ്വന്തമായിട്ട് ഫീസ് അടയ്ക്കുന്നു. അവർക്ക് അതായത് ചെറിയ ഫീസല്ല, നിങ്ങൾക്കറിയാലോ, മിനിമം ഒരു വർഷമൊക്കെ 20 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. അവർക്ക് നല്ല രീതിയിൽ ജോലി എടുത്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പിള്ളേർ അവിടെ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ഗട്ട്സും ആ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെളിയിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുക. ആണ് ഇങ്ങനെ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പാരന്റ്സിനോടോ സ്റ്റുഡൻസിനോടോ ഇങ്ങനെ പറയാറുണ്ടോ? പിന്നെ നമ്മൾ ഭയങ്കര മുഖത്തടിച്ച പോലെയാണല്ലോ നമ്മളിത് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോവുക. അല്ലെങ്കിൽ ഞാൻ പേരൻസിനോട് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിള്ളേരെ ട്രെയിൻ ചെയ്യാറുണ്ട്. നമുക്ക് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അതായത് പിള്ളേർക്ക് നാട്ടിൽ പഠിത്തം കഴിഞ്ഞാൽ, പഠിത്തം മാത്രമല്ലല്ലോ മെയിൻലി, കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ചിലവർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇത് മതി, ഇങ്ങനെയാണ്. പക്ഷെ അതല്ല. ബിക്കോസ് നമ്മളവിടെ കണ്ട് വളർന്നത്, കണ്ട് ആ ഡിഫിക്കൽട്ടി ത്രൂ പോയതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് പോയ പിള്ളേർ നമ്മുടെ അടുത്ത് കണക്ഷൻ ഉണ്ട്. അവർ നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ സങ്കടവും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ സോ ദാറ്റ് ഫ്യൂച്ചർ പിള്ളേർക്ക് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുടക്കത്തിൽ ചില പേരൻസിനോട് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയും, ഇത് ഇങ്ങനെയാണ്, ഇത് ചെയ്തേ നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ടാറ്റ ബൈ ബൈ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന മേഖലയിലേക്ക് തന്നെ ഗൈഡ് ടു ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ട് ചേട്ടൻ വരാൻ ഒരു കാരണം? ഞാൻ പഠിച്ചത് അവിടെ ആയതുകൊണ്ടും ഞാൻ വർക്ക് ചെയ്ത ഫീൽഡും ഇതാണ്. അപ്പം എനിക്ക് ആ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി പ്രോപ്പർലി അറിയാം. ബാക്കി പല കൺട്രീസ് എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പ്രിറ്റി മച്ച് എല്ലാം സെയിമാണ്. നമുക്കറിയാവുന്ന പണി വൃത്തിക്ക് ചെയ്യാമെന്നുള്ളൊരു ബോധമാണ് എനിക്ക് വന്നത്. പിന്നെ ഞാൻ ജോലി ചെയ്ത സമയത്ത് നാട്ടിൽ നിന്ന് കയറി വന്നുകൊണ്ടിരുന്ന പിള്ളേർ കുറേ പേര് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വന്ന് കയറ്റി വിട്ട പിള്ളേരാണ്. മനസ്സിലായി, അവർ അവിടെ വന്നിട്ട് അറിയുന്നത്, അയ്യോ ഇവിടെ നിന്ന് ഇതിന് ജോലി കിട്ടത്തില്ല, ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, തിരിച്ച് നാട്ടിൽ വരേണ്ടി വരും. ഇങ്ങനെ പല പിള്ളേർക്ക് പെട്ടുപോയ പിള്ളേരുണ്ട്. അപ്പം ഞാൻ എടുത്തൊരു തീരുമാനമാണ്, വെൻ ഐ ഡു ദിസ്, ഞാൻ ഈ ഒരു പ്രോബ്ലം ഞാൻ ഫിക്സ് ചെയ്യും എന്നുള്ള ഇതാണ്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും ഏതെങ്കിലും ഒക്കെ പാരൻസിനോ സ്റ്റുഡൻസിനോ ഒക്കെ സംശയമുണ്ടോ? അതായത് ഇവിടെ പോണോ അവിടെ പോണോ ഇങ്ങനെയുള്ളൊരു സംശയത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നവരുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. പേരൻസ് ഇപ്പോൾ ട്രെൻഡായി. ഇപ്പം പണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും UK മതിയായിരുന്നു, പിന്നെ ഇടയ്ക്ക് കാനഡയായിരുന്നു, എല്ലാവരും കാനഡയായിരുന്നു, മനസ്സിലായി. പിന്നെ ഇപ്പോൾ അത് ഓസ്ട്രേലിയ ആയി, മനസ്സിലായി. പിന്നെ അത് ന്യൂസിലാൻഡ്, ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് പോലെയാണ്. അപ്പം അങ്ങനെ നോക്കണമെന്ന് ഞാൻ പറയത്തില്ല. പല രീതിയുണ്ട്. ബിക്കോസ് പല കൺട്രിക്കും പല ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റും ഉണ്ട്, അക്കാഡമിക് റിക്വയർമെൻറ്റും ഉണ്ട്. എല്ലാവരും അതിൽ മീറ്റ് ചെയ്യണമെന്നില്ല, മനസ്സിലായി. അപ്പം നമ്മൾ ഏത് കൺട്രി ചൂസ് ചെയ്താലും ഏത് കോഴ്സാണോ ആ കോഴ്സ് പഠിത്തം കഴിഞ്ഞാൽ എനിക്കവിടെ ജോലി കിട്ടുമോ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പേരൻസ് ചിന്തിക്കാത്തതും പിള്ളേർ ചിന്തിക്കാത്ത ഈ ഒരു പോയിൻ്റാണ് ചിന്തിക്കാത്തത്. അപ്പോൾ അതിനാണ് അവർക്ക് ഗൈഡൻസ് വേണ്ടത്. അവിടെയാണ് വി ആർ ദെയർ ടു ഹെൽപ്പ്. കറക്റ്റ്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ 3 രാജ്യങ്ങളും, അതായത് UK ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രീസ് ആണ് എന്നാണ് പൊതുവേ കേട്ടിട്ടുള്ളത്.
അപ്പൊ സത്യത്തിൽ അങ്ങനെയാണോ, അതോ എല്ലാ രാജ്യത്തെയും പോലെ തന്നെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് മാത്രമാണോ അവിടെ ഉള്ളത്? എക്സ്പെൻസീവ് ആണ്. ഏത് കൺട്രി എടുത്താലും നമുക്ക് ഇപ്പം കറൻ്റ് ഒരു മിനിമം ഒരു 10 ലക്ഷം വർഷം ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഏറ്റവും കുറഞ്ഞത്. ഓസ്ട്രേലിയ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, 15 lakhs അബവ് വരും പെർ ഇയർ. മനസ്സിലായി. അപ്പോൾ അത് പലരുടെയും ഇതുപോലെ ഇരിക്കും. പക്ഷെ കൂടുതലും പേരൻസിന് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഇഷ്യൂ വരുന്നില്ല. ദ ഗുഡ് പാർട്ട് ഇസ് ഇങ്ങനത്തെ കൺട്രീസ് ഫോക്കസ് ചെയ്താൽ തന്നെ ഇവർക്കൊരു സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ട്. പഠിത്തം കഴിഞ്ഞാൽ 2, 3, 4 വർഷം അവിടെ നിൽക്കാൻ പറ്റും. നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസ ഇതിൽ അടയ്ക്കാൻ പറ്റും. അടയ്ക്കുന്ന കുറേ പഠിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന പിള്ളേരുണ്ട്, അടയ്ക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ട് അറിയുന്നില്ല. ചില പിള്ളേർ പഠിക്കുമ്പോൾ തന്നെ 5-6 ലക്ഷം രൂപ ലോൺ തിരിച്ചടയ്ക്കുന്നവരുണ്ട്. ഈ പുറത്തേക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പുറത്തേക്ക് പോയ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മളെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ വന്നതിന് സാർ എനിക്ക് ഈ കോഴ്സ് മാറണം. അത് ശരി. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാനിവിടെ വന്നിട്ട് അറിഞ്ഞത് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ജോലിയില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വരുന്നത് ബിക്കോസ് നമ്മുടെ ആ പ്രസൻസ് അവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പിള്ളേർ നമ്മളെ വിളിക്കുമ്പം, അല്ലെങ്കിൽ നമുക്കൊരു ഡേറ്റാബേസ് വാട്സാപ്പ്, നേരത്തെ പറഞ്ഞ വാട്സാപ്പ് ഉണ്ട്, അങ്ങനെ നമ്മുടെ എടുത്ത് പറയുന്ന പിള്ളേർ കുറേ പേരുണ്ട്, കുറേ പേരൻസ് ഉണ്ട്. അതിനെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഉറപ്പായിട്ട് നമുക്ക് കോഴ്സ് ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് റൂൾസ് അവർക്ക് മീറ്റ് ചെയ്താൽ അവർക്ക് ചെയ്യാം. അപ്പോൾ അതാ പറഞ്ഞത്, അവർക്കൊരു പൈസ നഷ്ടമുണ്ട്. ആദ്യത്തെ ഒരു സെമിസ്റ്റർ ഫീസ് ഒക്കെ അങ്ങ് പോകും. അതാ പറയുന്നത്, നേരത്തെ ഇത് പ്രോപ്പർലി അത് ഫിക്സ് ചെയ്താൽ നമുക്ക് ഈ ഇഷ്യൂസ് വരത്തില്ല. എനിക്കറിയാവുന്ന പല കുട്ടികളും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രി ആദ്യം ചൂസ് ചെയ്യും. ഇപ്പോൾ കാനഡയിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം കാനഡയിൽ എളുപ്പത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കണ്ടെത്തും. അവിടെയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സേഫ്റ്റിയാണുള്ളത്? അപ്പോൾ പറയാം, അത് അങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന്. അതിൽ സത്യമുണ്ടോ? അതായത് വാട്ട് യു സെഡ് ഇസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. കൂടുതലും പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ട്, ഞാൻ ഇങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ അല്ലെങ്കിൽ എൻ്റെ നെയ്ബേഴ്സ് എല്ലാവരും UK പോയിരിക്കുക, ഞാൻ UK പോവാം. ഞാൻ പറയുന്നത് ഇതൊരു ട്രെൻഡാണ് ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ പിള്ളേർ വരും, സാർ എനിക്ക് UK പോയാൽ. ഞാൻ പറഞ്ഞു, എന്തിനാണ് UK പോകുന്നത്? വൈ ഡിഡ് യു ചൂസ് UK എന്നുള്ള കൺട്രി ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും റീസൺ പറയും, സാറേ ഇതാണ് ഫണ്ട്സ് ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ വീണ്ടും കൗൺസിലിംഗ് ചെയ്ത് അവരുടെ ഫിനാൻഷ്യൽ അറിഞ്ഞു, അവരുടെ മാർക്ക് അറിഞ്ഞു, പിന്നൊന്ന് ഏതാണോ പറ്റുന്നത് അത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ പുറത്തേക്ക് പഠിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം? അതായത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെയുള്ള ഒരു അങ്ങനെ പഠിക്കാനൊന്നും അത്ര മിടുക്കനല്ലാതെ വെറുതെ കുറെ കൂട്ടൊക്കെ കൂടി നടക്കുന്ന കുട്ടികളെ പാരന്റ്സ് അവരവിടെ പോയി നന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും കയറ്റിവിടുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേരൻസ് ഒക്കെ ഫിനാൻഷ്യലി മീഡിയം സ്ട്രോങ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വെളിയിലോട്ട് വിടണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം വെച്ചാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആവും, അവർക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവും, മനസ്സിലാവും. പിന്നെ അവർക്ക് യെസ് ഓർ നോ എന്നുള്ളൊരു ബോധം അവർക്ക് വരും, മനസ്സിലായി. ബിക്കോസ് നമ്മുടെ നാട്ടിലെ പഠിത്തം മോശമല്ലെന്നല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഹിസ്റ്ററി മുതൽ ലേറ്റസ്റ്റ് ആയ ഒന്നുമില്ല, എല്ലാം പഴയ കാര്യങ്ങളും കുറേ ബുക്കും വലിയ ബുക്കും കാര്യങ്ങളും. പക്ഷേ വെളിയിലത്തെ പഠിത്തം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി, ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾ, ജോബ് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുക. കൂടുതൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് പഠിത്തം. അപ്പോൾ അവർ ഇറങ്ങിക്കഴിയുമ്പം അവർക്കറിയാം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനൊരു ബോധം അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് വെളിയിൽ പോകാനേ ഞാൻ സപ്പോർട്ട് ഓൾവേസ് ഞാൻ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിലായി. ഇതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഭയങ്കര ഹോട്ട് ടോപ്പിക്കാണ് നഴ്സിംഗ്. പണ്ടൊക്കെ ഇവിടെ BSc നഴ്സിംഗ് പഠിച്ചതിന് ശേഷം പുറത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ജർമ്മനിയിൽ പോയി നഴ്സിംഗ് പഠിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി പോയി നഴ്സിംഗ് പഠിച്ച് അവിടെ സെറ്റിൽ ആകാം. ഇത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡാണോ, അതോ ഇത് പണ്ടേ ഉള്ളത് നമ്മളിപ്പോ കേട്ടു തുടങ്ങി എന്നുള്ളതാണോ? അതായത് പണ്ടും നഴ്സിംഗ് പഠിച്ചത് നമുക്ക് എങ്ങനെയെങ്കിലും ഗൾഫിൽ പോയി ചാടണം, ഗൾഫിൽ നിന്ന് പിന്നെ വേറെ എവിടെയെങ്കിലും പോകണമെന്നുള്ളതാണ്. ഇപ്പൊ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഫിനാൻഷ്യലി കുറച്ചൊരു മീഡിയം സ്കെയിൽ ഫാമിലീസ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് വെളിയിൽ പോകാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ജോലി ഉണ്ടെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ പഠിത്തം കഴിഞ്ഞ് എക്സാം എഴുതുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിക്കാൻ പോവുക. ഏറ്റവും ബെസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ്. പഠിത്തം തീരുമ്പോൾ തന്നെ അതിന് രജിസ്ട്രേഷൻ അതിൻ്റെ കൂടെ അങ്ങ് വരും. അപ്പോൾ പിള്ളേർക്ക് ഡയറക്റ്റ്ലി ജോലിക്ക് കയറാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീസൊക്കെ 10 lakhs 11 lakhs എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പം
ദ ഗുഡ് പാർട്ട് ഇസ് പഠിക്കാൻ പോവുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് പരിപാടി തീർന്നു. നമ്മളിവിടെ ആണെങ്കിൽ ഒരു 6-7 ഇയേഴ്സ് കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയി പിന്നെ ഇവിടെ വന്ന് ഇംഗ്ലീഷും പഠിച്ച് ഇറ്റ്സ് ഒരു 8 ഇയേഴ്സ് പ്രോപ്പർലി എടുക്കും. അവിടെ 3 വർഷം കൊണ്ട് പിള്ളേർ പഠിത്തവും കഴിഞ്ഞ് ജോലിയും ചെയ്യും. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് 24-25 വയസ്സ് ഓസ്ട്രേലിയയിൽ വീട് വാങ്ങിച്ചു. നഴ്സിംഗ് നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചു, പേരൻസ് ഇൻവെസ്റ്റ് ചെയ്തു, നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങി ഉടനെ ജോലിയാണ്. ആ കൊച്ചിന് ഇപ്പോൾ വീടായി ആ പ്രായത്തിൽ. അതൊരു വലിയൊരു അച്ചീവ്മെന്റാണ്, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ. പഠിക്കാനായി പോകുന്ന എല്ലാ കുട്ടികൾക്കും പാർട്ട് ടൈം ജോബ് കിട്ടുന്നുണ്ടോ ഇപ്പോൾ? ഇറ്റ് ഈസ് നോട്ട് ഈസി. അതായത് ഞാൻ പറഞ്ഞത് 2 ടൈപ്പ് പിള്ളേരുണ്ട്. എൻ്റെ അടുത്ത് ജോലി വരുന്നത് ചിന്തിക്കുന്ന പിള്ളേരുണ്ട്, അല്ലാതെ റെസ്യൂമെ 100 എണ്ണമൊക്കെ പ്രിന്റ് ചെയ്ത് പോയി. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ 50-55 യൂണിവേഴ്സിറ്റിയുടെ അകത്ത് പോയി പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഒരു മോളിനകത്ത് പോയി എല്ലാ കടയിലും കൊണ്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഷോപ്സിലും. മനസ്സിലായി, അവന് ജോലി കിട്ടി. ബിക്കോസ് പല രീതിയാണല്ലോ. അപ്പോൾ എനിക്ക് പിന്നാണ് ജോലി കിട്ടിയത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന, എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന പിള്ളേരുണ്ട്, അവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, അവർ കണ്ടെത്തിയിരിക്കും. അല്ലാതെ ചില പിള്ളേരുണ്ട്, ആ ജോലി കിട്ടുന്നില്ല, മമ്മീനെ വിളിച്ച് പറയും, മമ്മി ഞങ്ങളെ വിളിക്കും, മോനെ അവർക്ക് ജോലിയൊന്നും ആയില്ല, മോൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ പറയും, ചേട്ടാ ഞാൻ ബിസിയാണ്, എനിക്ക് അസൈൻമെൻറ്റ് ഉണ്ട്, അതുണ്ട്. പക്ഷേ അവിടെയാണ് ടൈം മാനേജ്മെൻ്റ് ആണ് പിള്ളേർ അവിടെ പഠിക്കുന്നത്. അവർക്ക് പഠിക്കുകയും ചെയ്യണം, ജോലി ചെയ്യണം, കുക്ക് ചെയ്യണം. സോ ഇറ്റ് ഇസ് എ ടാസ്ക് ഫോർ ദം. അപ്പോൾ ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ്. എൻ്റെ ഒരു ബ്രദറിന് അവന് കാനഡയിൽ പോകണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ആൻറ്റി അവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പലപ്പോഴും ഈ മാർക്കുകളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന് UK പോകേണ്ടി വന്നു. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന് ഒരു കുട്ടിയെ എങ്ങനെ ഏത് കൺട്രിയിലേക്ക് പോകണം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഫസ്റ്റ് അവരുടെ ഇഷ്ടം ഫസ്റ്റ് പ്രയോറിറ്റി ഉറപ്പായിട്ടും എടുക്കണം. മനസ്സിലായി, അവർക്ക് പറയുകയാണ് എനിക്ക് കാനഡയിൽ പോകണം, എൻ്റെ അങ്കിളോടെ ഉണ്ട് പറയാം. അപ്പോൾ നമ്മൾ ടിക്ക് ഓഫ് ചെയ്യും. നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് ലിസ്റ്റ് ഇതിൽ ടിക്ക് ഓഫ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ കൊടുക്കുക. മനസ്സിലായി, ഇപ്പം നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത് ആ കുട്ടിക്ക് അവിടെ ജോലി കിട്ടണം. ഞാൻ അങ്ങനെയാണ് ഫോക്കസ് ചെയ്തത്. ഞാനൊരു കോഴ്സ് സെല് ചെയ്യാൻ വേണ്ടി നോക്കുമല്ല. ആ കൊച്ചു, ഞാൻ നേരത്തെ എൻ്റെ വിഷൻ പറഞ്ഞ പോലെ, ആ കൊച്ചു പഠിത്തം കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് രാജ്യത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണം നമ്മൾ എല്ലാവരും ചിന്തിക്കാൻ. അതുപോലെ ഇപ്പോൾ IELTS, OET അങ്ങനെ ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടി മാത്രം ഇംഗ്ലീഷ് പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് ടെസ്റ്റുകൾ പാസ്സായി അവിടെ ചെന്ന് അയ്യോ എനിക്ക് ഇവരോട് സംസാരിക്കാൻ അറിയില്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടോ? ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അതായത് IELTS ഒക്കെ ഇങ്ങനത്തെ എക്സാം ഉണ്ട്, 2-3 എക്സാം ഉണ്ട്. ഇവർ പഠിത്തം അവിടെ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ട്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ആ രീതി, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിൽ നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുക. അതുകൊണ്ടാണ് ആ ഇഷ്യൂ അവിടെ വരുന്നത്. അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞ ഉടനെ നെറ്റ്ഫ്ലിക്സും ഇങ്ങനെ പല മൂവീസും കണ്ടു തുടങ്ങുക, ഓട്ടോമാറ്റിക്കലി സബ് ടൈറ്റിലൊക്കെ വായിച്ചു തുടങ്ങുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആണ് എല്ലാ കാര്യത്തിലും. ബിക്കോസ് പലർക്കും ഒരു സംശയം ഉണ്ടാവും, പക്ഷെ എനിക്ക് ചോദിക്കാൻ മടിയാണ്. എനിക്ക് എങ്ങനെ ചോദിക്കണം എന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും പിള്ളേർ, നിങ്ങൾ ഒരു ജോലിക്ക് ഇന്റർവ്യൂ എടുത്താൽ തന്നെ അറിയാം, പാതി പേർക്ക് ഇമെയിൽ എഴുതാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല. സോ ദിസ് ഇസ് എ മേജർ പ്രോബ്ലം. മനസ്സിലാവും. അപ്പോൾ വെളിയിലോട്ട് ജോലി നോക്കുന്ന കാര്യമേ പാടാം. അപ്പം പോകുന്നതിന് മുമ്പേ ഇതൊക്കെ പഠിക്കുക. അപ്പോൾ അതാണ് ഞങ്ങൾ നോക്കുന്നത്. നമുക്കൊരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ കൂടെ ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുക. ഇപ്പോൾ ഒരു എമേർജിങ് കൺട്രി ആയിട്ട് വരുന്നത് ഏതായിരിക്കും? അതായത് ഇപ്പൊ നമ്മൾ UK-യും കാനഡയും ഒക്കെ പറഞ്ഞ് കേട്ട് തന്നെ നമ്മൾ തഴമ്പിച്ചു. ഇനി പുതിയൊരു കൺട്രി, പുതിയ ഒരുപാട് എന്താ പറയുക എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എക്സ്പാൻഡ് ആയി വരുന്ന ഒരു കൺട്രി ഏതാണ്? ഇപ്പം മെയിൻലി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഓസ്ട്രേലിയ ആണ് പോകുന്നത്. ഓൺ ദി സൈഡ് ന്യൂസിലൻഡ്, എനിക്ക് ന്യൂസിലൻഡ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ട്. ആർക്കും ആ ന്യൂസിലൻഡിനെ പറ്റി ആ ഇൻഫർമേഷൻ ഇല്ല. ബിക്കോസ് ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ എല്ലാം പ്രിറ്റി മച്ച് എല്ലാം ഷെയർ ചെയ്യുക, കറൻസി എല്ലാം ഒരുമാതിരി എല്ലാം ഷെയറിങ് ആണ്. അവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റവും പ്രിറ്റി മച്ച് സെയിമാണ്. അവിടെയും സെയിം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതൊന്നും അറിയുന്നില്ല. എല്ലാവരും ഓസ്ട്രേലിയ പോകുന്നതുകൊണ്ട് അങ്ങനെ ഞാനും പോകുന്നത് അതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കൺട്രിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് പറയുകയാണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ജർമ്മനി ഈസ് വെരി നൈസ്, നല്ലൊരു കൺട്രിയാണ്. വേറെ ഓസ്ട്രേലിയക്കാട്ടിലും കൂടുതലും നല്ല ജർമ്മനിയാണ് എഞ്ചിനീയറിംഗിലോട്ട് പോകുമ്പോൾ. അത് മനസ്സിലായി. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് കൂടുതലും US ആണ്. ഇപ്പോൾ ആനിമേഷൻ, ഈ ഫിലിം ഇൻഡസ്ട്രി എന്നെല്ലാം പറയുന്നത് എല്ലാം US ആണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ ഓസ്ട്രേലിയയിലുണ്ട് ആ ഇൻഡസ്ട്രി, ബട്ട് ഈ ജോലി റിലേറ്റഡ് പല കൺട്രീസാണ്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് പോകാന്നുള്ളതാണ് മെയിൻ. നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു ജനറലായിട്ട് പുറത്തേക്ക് പോകണമെന്ന ഉള്ള ഒരു സ്വപ്നമുള്ള ഒരു വിദ്യാർത്ഥിക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും ഗൈഡ് ടു ഹൈറ്റ്സ് നൽകുക? പുറത്ത് പോകുന്നത് നല്ലൊരു ഡ്രീമാണ്. ബട്ട് ഏത് കൺട്രി എന്നുള്ളതും ഏത് യൂണിവേഴ്സിറ്റി എന്താണ് പഠിക്കേണ്ടതെന്നുള്ളൊരു
പ്രോപ്പർ റിസർച്ച് എല്ലാവരും ചെയ്യേണ്ടതാണ്. ബിക്കോസ് അതാണ് നമുക്ക് ഇല്ലാത്തത്. ബിക്കോസ് എല്ലാവർക്കും വായിക്കാൻ മടിയാന്ന് തോന്നും. ബട്ട് അത് യു ക്യാൻ ഫ്രീലി, ഇപ്പം നമ്മുടെ അടുത്താണ് ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ ഫോം വിളിക്കുന്നുള്ള രീതിയിലാണ് പറയാം. പ്രോപ്പർലി റിസർച്ച് ചെയ്ത് എന്നിട്ട് വേണം ചെയ്യാൻ. ബിക്കോസ് അവിടെ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയുന്നത് ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ലെന്ന്. അപ്പം ആ ഒരു കുഴിയിലോട്ട് ചാടരുത്. അതുകൊണ്ട് അതാണ് എൻ്റെ ബെസ്റ്റ് ആൻഡ് യു മസ്റ്റ് ഡു അഡ്വൈസ് ആണത്. ഏതായാലും കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സ്ഥാപിച്ച ഒരു സ്റ്റഡി അബ്രോഡ് ഫേമാണ് ഗൈഡ് ടു ഹൈറ്റ്സ്. അപ്പോൾ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കട്ടെ, അവരുടെ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് യാഥാർത്ഥ്യമാക്കാനായിട്ട് ഗൈഡ് ടു ഹൈറ്റ്സിനും സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Guide to Heights, your pathway to your abroad dreams. നിങ്ങളുടെ വിദേശ സ്വപ്നങ്ങൾക്ക് ഇനി ശരിയായ ഗൈഡൻസ്.